വയനാട് ദുരന്തത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റ് നിലപാട് ഒന്നുകൂടി വ്യക്തമായി. ഒരാത്മാർത്ഥയില്ല. ഈ 10-45 ദിവസം കൊണ്ട് 500-ൽ പരം കോടി രൂപ ചെലവഴിച്ചോണം എന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ചെലവഴിച്ചതിന് ശേഷം ചെലവാക്കിയതിന്റെ കണക്ക് കൊടുക്കുമ്പോൾ പടങ്ങൾ തരും എന്ന് പറയുമ്പോൾ മനുഷ്യത്വമുണ്ട്. ഞാനിവിടുത്തെ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും അഭിപ്രായം, ഈ ഭൂമിക്ക് കീഴിലുള്ള സകല കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയുന്നതല്ല, എല്ലാത്തിലും അഭിപ്രായം പറയുന്ന പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടിനെതിരെ ഒരു അക്ഷരം പറയണ്ടേ? എന്തിനാണ് കണ്ടീഷനാണ്? ചെയ്യേണ്ട കാര്യം എന്താ? ഇത് ഞങ്ങൾക്ക് 50 വർഷം കഴിഞ്ഞ് അടച്ചാൽ 500 കോടി രൂപ നിങ്ങൾ 50 വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി. പരിശീലനമാണ്. സന്തോഷം. 45 ദിവസം കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കിക്കണം. നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് ചെലവാക്കിയിട്ട് ഇനി തന്നെ ഞങ്ങൾ ഈ പണം തരുമെന്ന് പറയാൻ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ കേരളം? ഇവിടുത്തെ ടാക്സ് മേടിച്ചുകൊണ്ട് പോയി അതിന്റെ അംശമല്ലേ ഇവിടെ തരുന്നത്? ഇവരുടെ ആരും തെങ്ങായിട്ട് കാശാണ്. ഈ കേരളത്തിൽ കൊണ്ടുവന്ന പണത്തിന് എത്ര വിഹിതം തരുന്നുണ്ട്? ആ വിഹിതം പോലും തരാതെ ഒരു സംസ്ഥാനത്തെ വേട്ടയാണ്. ഇത്രയും ആളുകൾ മരിച്ച്, ഇത്രയും കുടുംബങ്ങൾ അനാഥമായി, പുനരധിവാസത്തിന് 10-3000 കോടി രൂപ ചെലവാകുന്ന ഒരു പദ്ധതി ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രം ഉത്തരവാദിത്തമാക്കി തലവെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കും? ഇത് തന്നെയാണ് മണിപ്പൂരിലുണ്ടായത്. ഇപ്പൊ ലോകം മുഴുവൻ നോക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമുണ്ടല്ലോ. എത്ര ദിവസം എടുത്ത് അമേരിക്ക, ഫ്രാൻസ് ലോകം മുഴുവൻ ഇറങ്ങാറുള്ളൂ. ഇത്രയും കാലമായി ഒരു ദിവസം 1 മണിക്കൂർ സ്വന്തം രാജ്യത്തെ ഒരു സ്റ്റേറ്റിൽ പോയി ആ പ്രശ്നം കേൾക്കാൻ ശ്രമിച്ചു. ഇതാണ് BJP. ഞങ്ങൾ BJPയെ പറ്റി പറയുന്നത് രാഷ്ട്രീയമാണ്. അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധത, അവർക്ക് രാഷ്ട്രീയമാണ്. അവർക്ക് ഭരണം കിട്ടാൻ വേണ്ടി ഏത് നിലയിലും ഇടപെടും, ഏത് അട്ടിമറി അവർ സംഘടിപ്പിക്കും. ജനക്ഷേമകരമായ കാര്യങ്ങൾക്ക് അവർക്ക് ഉത്തരവാദിത്തമില്ല. കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയം കണ്ടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആ പ്രതിസന്ധി അതിജീവിച്ചു. ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബഡ്ജറ്റ് കൊണ്ടുവന്ന് ജനക്ഷേമകരമായ പ്രവർത്തനമായിട്ട് പോവാണ്. പക്ഷെ ഞങ്ങളെ വീണ്ടും വലിഞ്ഞുമുറുക്കി ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ തകർക്കാൻ ജനങ്ങളെ ഏറ്റവും ഉദാഹരണമാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സാമ്പത്തികം. പൈസ തന്നു, തന്നില്ലയോ തന്നില്ല, നാളെ ചെലവാക്കിയില്ല. ആരാണ് ഉത്തരവാദി? പിണറായി ഗവൺമെന്റ്. ആരാണ് ഉത്തരവാദി? CPM, ഇടതുപക്ഷം. ഈ രാഷ്ട്രീയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു തന്ത്രം മാത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒരു BJPയുടെ പുരാതന തന്ത്രം. ആ തന്ത്രമൊന്നും കേരളത്തിൽ നിലപ്പോകില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ വയനാട് ജില്ലയിലെ വെള്ളപ്പൊക്കമുള്ള പുനരധിവാസം ഭംഗിയായി സംസ്ഥാന ഗവൺമെന്റ് നിറവേറ്റും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്.